എങ്ങോട്ടെങ്കിലും പോവും. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ വരാം, അല്ലെങ്കിൽ തോന്നുന്ന പോലെ കഴിയാം. ഇത്രയും കാലം നിങ്ങളോടൊത്തല്ലേ കഴിഞ്ഞത്. എന്നെ വിട്ട് നിങ്ങൾ പോയാലും നിങ്ങളെ വിട്ട് ഞാൻ പോവില്ല. ഇനി എന്നെ പേടിച്ചിട്ടാണ് ഈ മാറ്റുമെങ്കിൽ അത് വേണ്ട അമ്മേ. അത് വേണ്ടെന്ന് നിനക്ക് പറയാം. സഹിക്കുന്നത് ഞങ്ങളും സിദ്ധാർത്ഥൻ സാറും കുടുംബമാ. സത്യത്തിൽ നിന്നെ പേടിച്ചിട്ട് തന്നെ ദൂരെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. എന്നുവെച്ചാ എന്റെ സ്വഭാവം മാറിയ വീട് മാറ്റവും ഉണ്ടാവില്ല അല്ലേ? നിന്റെ സ്വഭാവം മാറില്ലല്ലോ. സത്യത്തിൽ ഞാൻ നിങ്ങളോട് കുറച്ചു നേരം ശാന്തമായി സംസാരിക്കാനാ വന്നത്. സത്യം, ഞാൻ ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്നും പറയില്ലാന്നറിയാലോ. മദ്യപിക്കും എന്ന് പറഞ്ഞാൽ മദ്യപിക്കും, ആരെങ്കിലും തല്ലുമെന്ന് പറഞ്ഞാൽ അതും ചെയ്യും. അതുപോലെ സത്യമായിട്ടും പറയാ. സമാധാനമായിട്ട് കുറച്ചു നേരം സംസാരിക്കാനാ ഞാൻ വന്നത്. ഇന്ന് എനിക്കെന്തോ ചെറിയ സന്തോഷം തോന്നിയ ദിവസാ. എന്നെ മനസ്സിലാക്കിയ രണ്ടുപേരെ ഞാൻ കണ്ടു. അതിലൊരാള് എന്നോട് കൂടുതൽ സ്നേഹത്തോടെ സംസാരിച്ചു. എനിക്ക് ഫോൺ നമ്പർ തന്നു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞു. ഇത്രയും ആത്മാർത്ഥമായിട്ട് എന്നോട് ആരും സമയം ചെലവഴിച്ചിട്ടില്ല. ആരുടെ കാര്യം മോളി പറയുന്നത്? ആരെന്നുള്ളതിന് പ്രസക്തിയില്ല. ഒരു പുരുഷനും സ്ത്രീയും, നല്ല മനുഷ്യര്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം കൂടുതൽ ശക്തമായി അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ. എന്താ അത്? എന്റെ അമ്മ ആരാണെന്ന് അറിയണം. ഞാൻ ബഹളം വെക്കാനൊന്നും തുടങ്ങുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ അമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ പറയൂ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാ. സത്യമായിട്ട് പറയാം മോളെ, ഞങ്ങൾക്കറിയില്ല. ആ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. മോൾ ഇത്രയും സമാധാനമായിട്ട് ഞങ്ങളോട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഒരു സന്തോഷം വന്നു. അല്ല, മോള് അച്ഛനും അമ്മയായിട്ട് ഞങ്ങളെ കണ്ടാ പോരെ? അതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളല്ലേ. ഒരാൾക്ക് പകരം മറ്റൊരാളെ സങ്കല്പിക്കാന്ന് വെച്ചാ ശരിയാവോ? അമ്മയ്ക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അമ്മയുടെ അമ്മയ്ക്ക് പകരം മറ്റൊരാളെ അമ്മയായിട്ട്? പറ്റുമോ? കണ്ടോ, മറുപടിയില്ല. മറുപടി കാണില്ല. അതാണ് അമ്മയുടെ ശക്തി. ഞാൻ ചോദിക്കട്ടെ, എന്റെ അച്ഛൻ സിദ്ധാർത്ഥൻ സാറ്, അദ്ദേഹം പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മ ആരാണെന്ന്? മോളെ, നിന്റെ അച്ഛൻ? എന്റെ അച്ഛൻ അദ്ദേഹം അല്ലാന്ന് പറയാനാണ് വരുന്നെങ്കിൽ വേണ്ട, എനിക്കത് കേൾക്കണ്ട. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്റെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അമ്മ ആരാണെന്ന്? ഇല്ല, ഞങ്ങളോടത് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കൊരു അമ്മ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാലോ. ഒരമ്മയുണ്ടാവും. അവരുടെ വയറ്റിൽ ഞാൻ 10 മാസം കിടന്നിട്ടുണ്ടാവും. അവരുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടാവും. അവരുടെ താരാട്ട് കേട്ടിട്ടുണ്ടാവും. മുലപ്പാല് കുടിക്കാനും താരാട്ട് പാടി കേൾക്കാനും ഭാഗ്യമുണ്ടായി കാണില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ ജനിക്കുമ്പോ തന്നെ ഉപേക്ഷിക്കുകയാണല്ലോ പതിവ്. പക്ഷെ എന്തൊക്കെയായാലും അമ്മ ഉണ്ടാവണമല്ലോ. ഉറപ്പായിട്ടും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും. എനിക്ക് ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്കറിയാമെങ്കിൽ പറയണം. അല്ലെങ്കിൽ ഇനി എത്ര അലഞ്ഞിട്ടായാലും അമ്മയെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഭീഷണിയല്ല, എന്റെ ഗതികേട് കൊണ്ട് പറയുന്നതാ. അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ട് പറയുന്നതാ. അച്ഛനെ വിട്ടിട്ട് അവളിപ്പോ അമ്മയുടെ പറയാനുള്ള ഈശ്വര.
പക്ഷേ ഏട്ട ശ്രദ്ധിച്ചോ, അവക്കാകെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് നേരാ. ഒരു തിരിച്ചറിവ് വന്ന പോലെ. അവള് സത്യമായിട്ടാ സംസാരിച്ചെങ്കിൽ എനിക്കൊരു ആശ്വാസം തോന്നുന്നു. ഈ രീതിയിൽ അങ്ങ് പോയാ നമ്മുടെ ഭാഗ്യം. അതോ ഇതൊക്കെ ഒരു അഭിനയമാണോ? എന്തോ ഒരു പ്രധാന നീക്കം മനസ്സിൽ കണ്ടിട്ടുള്ള അഭിനയം. ഹലോ, ആരാ? ചന്ദ്രമതി മാഡം അല്ലേ? അതെ മാഡം, ഞാൻ തനുജയാണ്. ഇന്ന് തമ്മിൽ കണ്ടിരുന്നു. ആ തനുജ, എന്താ കുട്ടി? രാത്രിയിൽ ഞാൻ മാഡത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണോ? പറഞ്ഞോളൂ. സത്യത്തിൽ ഞാനും ബാലുവും കാറിൽ വരുമ്പോ കുട്ടിയെക്കുറിച്ചാ പറഞ്ഞത്. ആണോ? സത്യം. ആദ്യമായിട്ടാ ഞാൻ ഇതുപോലെ സന്തോഷമുള്ള വാക്കുകൾ കേൾക്കുന്നത്. ഞാനിവിടെ വീട്ടിലും പറഞ്ഞു നല്ല 2 മനുഷ്യരെ കണ്ടോന്ന്, ചന്ദ്രമതി മാഡവും ബലരാമൻ സാറും. ബലരാമൻ സാറിന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, സാർ എന്നോട് അധികം സംസാരിച്ചില്ല. അത് ബാലുവിന്റെ നേച്ചർ അങ്ങനെയാ, മറ്റൊന്നും തോന്നണ്ട. ബാലു ഒരു പരുക്കനാണെന്ന് തോന്നും, പക്ഷെ നല്ല സ്നേഹമുള്ള ആളാ. ഞാൻ കരുതി അവര് രണ്ടുപേരും കൂട്ടുകാരാണല്ലോ, ബലരാമൻ സാറും അച്ഛനും, സോറി സിദ്ധാർത്ഥൻ സാറും. അപ്പോ സ്വാഭാവികമായിട്ടും എന്നോട് ദേഷ്യം കാണും. അതുകൊണ്ടായിരിക്കും മിണ്ടാത്തേന്നാ. അല്ലല്ല, അവര് തമ്മിൽ സ്നേഹം തന്നെയാ. പക്ഷെ ഇന്ന് സംസാരിക്കാത്തത് ബാലുവിന്റെ സ്വഭാവത്തിന്റെ ഭാഗ. മാഡം, ഞാൻ രാവിലെ ചോദിച്ചിരുന്നു ചില കാര്യങ്ങള്. മാഡത്തിനത് ഓർമ്മയുണ്ടോ? കുട്ടിയുടെ ചില വിഷമങ്ങളല്ലേ, അത് ഓർമ്മയുണ്ട്. അതിനൊരു ഉത്തരം തന്നില്ല. അച്ഛനെന്ന് വിശ്വസിക്കുന്ന ആൾ വിശ്വസിക്കല്ല, അച്ഛൻ തന്നെ. അദ്ദേഹം എന്തോ കടമ തീർക്കാൻ വേണ്ടിയുള്ള പിച്ചക്കാശ് എറിഞ്ഞു തരുന്നു. ആദ്യമൊക്കെ എനിക്കും സന്തോഷമായിരുന്നു, പണം കിട്ടുന്നുണ്ടല്ലോ. പണത്തോട് ആർത്തിയായി. ലക്ഷങ്ങളും കോടികളും കിട്ടാനുള്ള അവസരമാക്കി MLA മകൾ എന്നൊരു സ്ഥാനം. പക്ഷെ മാഡം, ഒരു ദിവസമാണ് എന്റെ മനസ്സിലേക്ക് അമ്മ എന്ന വാക്ക് കടന്നു വന്നത്. അന്നു മുതൽ അമ്മയെ അന്വേഷിച്ചു തുടങ്ങി. ഇപ്പൊ ഞാൻ ഇവിടുത്തെ എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചതും എന്റെ അമ്മയെക്കുറിച്ചാ. ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മയാണ് മാഡം. ഞാനൊരമ്മ നഷ്ടപ്പെട്ട അമ്മയെ അറിയാത്ത മോളും. അപ്പോ എന്റെ വിഷമം മാഡത്തിന് മനസ്സിലാവുമല്ലോ. മാഡം, സിദ്ധാർത്ഥൻ എന്ന ആളുമായി ഏറ്റവും അടുപ്പമുള്ള 2 പേരാണ് മാഡവും ബലരാമൻ സാറും. ബലരാമൻ സാറിനോട് മാഡം ഒന്ന് പറയണം, കൂട്ടുകാരനോട് സംസാരിക്കാൻ. എന്റെ അമ്മയെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചറിയാൻ. എനിക്കെന്റെ അമ്മയൊന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ പിന്നെ ആ ചന്ദ്രോത്തേക്കേ ചെല്ലില്ല. കുട്ടി പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. എന്തായാലും ഞാൻ ബാലുവിനോട് സംസാരിക്കാം. ബാലു സിദ്ധുവിനോട് കാര്യങ്ങൾ തിരക്കട്ടെ. ഇത്തരം ഒരു വിഷയമായതുകൊണ്ട് തിരക്കാന്നേ പറയാൻ പറ്റുന്നുള്ളൂ. 100% ഉറപ്പൊന്നും തരാൻ പറ്റില്ല. അതെനിക്കറിയാം. പക്ഷേ മാഡവും സാറും ശ്രമിച്ച 100% വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ മാഡം, ദൈവമായിട്ടാ സാറിനെ മാഡത്തെയും എന്റെ മുന്നിൽ കൊണ്ടുവന്നത്. കുട്ടി സമാധാനമായിട്ടിരിക്കെ. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ്. ബാലു, എന്താ ചന്ദ്രേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്. ചന്ദ്രേ, സിദ്ധുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കിപ്പോ സംസാരിക്കണ്ട. അത് തന്നെ വേണം ഇപ്പൊ സംസാരിക്കാൻ. കാരണം സിദ്ധുവിന്റെ ആ പ്രശ്നത്തിന് ശേഷം ബാലു സന്തോഷമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
എപ്പോഴും ചിന്തയും വിഷമോ. ഒരു കൂട്ടുകാരന് വേണ്ടി വിഷമിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ ബാലു, എനിക്ക് ആ തനുജയുടെ വിഷമം മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല. ഇപ്പതാ അവള് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോ ആ കുട്ടിയോട് കൂടുതൽ അടുപ്പം തോന്നുക. തനുജ വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. ഞങ്ങള് കുറെ നേരം സംസാരിച്ചു. താൻ എന്തിനാ കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നേ? താൻ ഇതിലൊന്നും ഇടപെടണ്ട ചന്ദ്രേ. ഞാൻ ഇടപെടുന്നില്ല, പക്ഷെ ബാലു ഇടപെടണം. ബാലുവിനറിയാം തനുജയുടെ അമ്മ ആരാന്ന്, അല്ലേ? എന്താ? ആ കണ്ടോ, ഞെട്ടിയത് കണ്ടോ? അപ്പോ ബാലുവിനറിയാം. എനിക്കെങ്ങനെ അറിയാനാ? സിദ്ധുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ ബാലു. സിദ്ധുവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ബാലുവിനറിയാം. തീർച്ചയായിട്ടും സിദ്ധുവിന്റെ കാമുകിയെക്കുറിച്ചും അറിയായിരിക്കും. ഇല്ല ചന്ദ്ര, എനിക്കറിയില്ല. കള്ളം പറയണ്ട. സിദ്ധുവിനൊരു കാമുകി ഉണ്ടായിരുന്നെങ്കിൽ അതാരാണെന്ന് ഉറപ്പായിട്ടും ബാലുവിന് അറിയായിരിക്കും. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ ചന്ദ്ര? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ കയറ്റി മറ്റുള്ളവരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ജീവിതത്തിൽ നമുക്ക് പല വിഷമങ്ങൾ ഉണ്ടാവും. അതെല്ലാത്തിനെയും കൂടെ കൊണ്ടുനടക്കണം എന്തിനാ? എല്ലാരെയും നമുക്ക് സഹായിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്ന് ചെയ്യാനായിട്ട്. എന്താ പ്രഭ? സിദ്ധു ഇരിക്ക്. താൻ കാര്യം പറ. എനിക്ക് മാത്രമായിട്ടല്ല പറയാനുള്ളത്. ഞങ്ങൾ 3 പേരും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക. എന്താടാ? അച്ഛാ, എല്ലാം തീർന്നു തുടങ്ങിയ ഘട്ടത്തിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുക. ഇന്ന് ഇവിടെ നടന്ന സംഭവങ്ങൾ തന്നെ അതിനുദാഹരണമല്ലേ? അച്ഛാ, തനുജ കാര്യങ്ങള് DNA ടെസ്റ്റ് വരെ എത്തിച്ചിരിക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മാത്രമേ വാർത്തകൾ വന്നിട്ടുള്ളൂ. വൈകാതെ TV ചാനലുകളും പ്രശ്നം ഏറ്റെടുക്കും. ഈ സമയത്ത് ഞങ്ങളെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി അറിയണ്ടേ? എന്തറിയണമെന്ന്? ആരാണ് തനുജയുടെ അമ്മ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്നോ? ഈ വീട്ടിലപ്പം ഞങ്ങളും നിങ്ങളും ഒക്കെ ആയില്ലേ? കൊള്ളാം. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. അച്ഛാ, ദേവി ഇതിന് കാര്യങ്ങൾ മറച്ചു വെക്കരുത്. ഇന്ന് വരെ ഒരു കാര്യത്തിനും അച്ഛനെ ഞാൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ കാര്യമായി ഞാനും വാശി പിടിക്കുക. ആ കുട്ടിയുടെ അമ്മ ആരെന്ന് അറിയണം. അത് നിങ്ങൾ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം. എനിക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമ്പോ അത് മറ്റുള്ളവർ അറിയേണ്ടതാണോ അറിയേണ്ടാത്തതാണോ എന്ന് പരിശോധിക്കാം. എന്നിട്ട് പറയാം, പോരെ? അച്ഛാ, ഇത് ഞങ്ങൾ അറിഞ്ഞാ ഞങ്ങൾക്ക് സന്തോഷം കിട്ടാനോ ഓരോ കഥ ഉണ്ടാക്കാനോ ഒന്നും അല്ല. അച്ഛൻ എത്രമാത്രം കളങ്കമില്ലാത്ത ആളാണെന്ന് ഞങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവാനാ. ഈ വീട്ടിലുള്ളവരാരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കുന്നവരല്ല എന്നുള്ളതും എല്ലാവർക്കും വ്യക്തമാവട്ടെ. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസമില്ലാത്തവരാണെന്നല്ലേ അതിന്റെ അർത്ഥം? ആയിരിക്കും ദേവിക. സിദ്ധുവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരായിരിക്കും. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് എനിക്കറിയാത്തത്. കെഞ്ചി, കാലു പിടിച്ചു, കരഞ്ഞപേക്ഷിച്ചു, എന്നിട്ടും പറയുന്നില്ലല്ലോ. വേണ്ട, സിദ്ധു പറയണ്ട. ഇനി ആരും ഇതും ചോദിച്ച് സിദ്ധുവിന്റെ പിറകെ വരാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം, ആ തനുജ ഇങ്ങോട്ടും വരാൻ പാടില്ല.
ഇനി അവൾ ഇവിടെ കാലുകുത്തിയ ഞാൻ ആ നിമിഷം ചന്ദ്രമതിയെ വിളിക്കും. നിന്റെ ഭർത്താവിന്റെ മകൾ ഇവിടെ വന്നിരിക്കുന്നു, വിളിച്ചുകൊണ്ട് പോകാൻ ബലരാമനോട് പറയണമെന്ന് പറയും. സത്യമാണ്, ഞാൻ ചന്ദ്രമതിയെ വിളിച്ചിരിക്കും. ഞാനിത് ഭീഷണി പോലെ പറയല്ല. സിദ്ധുവിന്റെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഓരോ തന്ത്രങ്ങളൊന്നും എടുക്കുന്നതുമല്ല. എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട്. തനുജയുടെ വിഷയത്തിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും എന്നെ സംബന്ധിച്ച്, എൻ്റെ മനസാക്ഷിയെ സംബന്ധിച്ച് അത് ശരികൾ മാത്രമായിരുന്നു. ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. തനൂജയുടെ അമ്മയെക്കുറിച്ച് പറയാം. അവരെ നിങ്ങൾക്കറിയാം. അവര് ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്നേഹവും ആദരവുമായിരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും അവരോട് സ്നേഹവും ആദരവും തന്നെയാണ്. മറ്റാരുമല്ല, തനൂജയുടെ അമ്മ മന്ത്രി മേരി തോമസ് ആണ്. എന്താ, മേരി തോമസോ? നിങ്ങളുടെ മനസ്സിലുയർന്ന ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവും. കേരള രാഷ്ട്രീയത്തിലെ ശക്തരായ ഒരു നേതാവും സംസ്ഥാനത്തെ ഒരു മന്ത്രിയുമാണ് തനുജയുടെ അച്ഛനും അമ്മയും. എന്നോട് ഒന്നും ചോദിക്കാൻ പോലും ആവാതെ ശക്തിയില്ലാതെ നിൽക്കുകയല്ലേ നിങ്ങൾ? ഞാനും ബലരാമനും യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന നേതാക്കളായിരുന്ന സമയം അന്ന് പരിചയപ്പെട്ട ഒരു പ്രാദേശിക പ്രവർത്തകയോട് ബലരാമന് തോന്നിയ പ്രണയത്തിന്റെ ബാക്കി പത്രമാണ് തനൂജ. ബലരാമൻ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആ പ്രണയത്തിന് മേരി തോമസിന്റെ ജീവന്റെ വിലയുണ്ട്. ചന്ദ്രമതിയുമായുള്ള വിവാഹം ഉറപ്പിക്കുമ്പോൾ ബലരാമൻ ഡൽഹിയിൽ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. മേരിയും ബലരാമനും ഒരിക്കലും ഒന്നിക്കില്ലെന്ന് വിധി തീരുമാനിക്കുമ്പോഴേക്കും മേരി തോമസിന്റെ ഉദരത്തിൽ ബലരാമന്റെ കുഞ്ഞു വളരുന്നുണ്ടായിരുന്നു. ബലരാമന്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞ മേരി തോമസ് ആകെ തകർന്നുപോയി. മേരി തോമസിന്റെ അപ്പച്ചൻ ആ കുഞ്ഞിനെ ജനിക്കുമ്പോഴേ കൊല്ലണമെന്ന് തീരുമാനിക്കുമ്പോഴും ആ അപ്പച്ചന്റെയും മകളുടെയും വേദനയ്ക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. പ്രസവത്തിൽ ചാവുള്ളയാണെന്ന് കള്ളം പറഞ്ഞ് ആ കുഞ്ഞിനെ രക്ഷിച്ചെടുത്തു. ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാലോ. മേരി തോമസ് ഇന്നും ധരിച്ചിട്ടുള്ളത് തന്റെ കുഞ്ഞു മരിച്ചുപോയെന്നാണ്. മേരി തോമസ് അവിവാഹിതയായി കഴിയുന്നതിന് കാരണവും അതുതന്നെയാണ്. ഏതോ സ്വപ്നം കണ്ടതുപോലെ തോന്നുന്നു അല്ലേ? അതോ കഥ കേട്ടതുപോലെ തോന്നിയോ? ഒരു കുഞ്ഞ് ജനിച്ച കാര്യവും ജീവിച്ചിരിക്കുന്ന കാര്യവും മേരി തോമസിന് അറിയില്ലെന്നാണോ? അറിയില്ല. അമ്മയെ അന്വേഷിച്ചിറങ്ങിയ തനൂജ ഏതെങ്കിലും സാഹചര്യത്തിൽ തന്റെ അമ്മ മന്ത്രിയാണെന്നറിഞ്ഞ അങ്ങനെ തനുജ അറിയാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ 4 പേരിൽ കൂടി മാത്രമായിരിക്കും.
എന്നുവെച്ചാ നമ്മളിൽ നിന്ന് എന്ത് സാഹചര്യം വന്നാലും പുറത്തൊരാളും ഇതറിയാൻ പാടില്ല. മേരി തോമസ് ഇതറിഞ്ഞ എന്തായിരിക്കും പ്രതികരണം അറിയാൻ പറ്റില്ല. ചിലപ്പോ മനസ്സ് തകർന്ന് ആ സ്ത്രീയുടെ മരണം വരെ സംഭവിക്കാം.